ഖമേനി ഞങ്ങളുടെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും വധിക്കുമായിരുന്നു. പക്ഷേ ഖമേനി ഭൂമിക്കടിയിൽ എവിടെയോ പോയി ഒളിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ട്രംപ് പറഞ്ഞത് എന്താണ് പ്രശാന്ത് സാർ? ട്രംപ് പറഞ്ഞത് ഇവിടെ ഖമേനി എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. ഖമേനിയെ വധിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഇറാൻ എത്രയും വേഗം കീഴടങ്ങണമെന്ന്. ഇവർ രണ്ടുപേരും അമേരിക്കയും ഇസ്രയേലും പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടോ? അമേരിക്കയ്ക്ക് അറിയുന്ന ഒരു കാര്യം ഇസ്രയേലിന് അറിയില്ല എന്ന് നമുക്ക് ധരിക്കാൻ സാധിക്കുമോ? യുദ്ധത്തിന് ശേഷം രാജ്യത്തിന്റെ ഇറാന്റെ ആയാലും ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ആയാലും പ്രധാനപ്പെട്ട കക്ഷികൾ ആര് യുദ്ധം ജയിച്ചു, എന്തൊക്കെയായിരുന്നു ഉള്ളതിനെ പറ്റി മാധ്യമങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ നിന്നാണ് നമ്മൾക്ക് ഇതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇത്തരത്തിൽ ചർച്ചയിലേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇത് പ്രതിരോധ മന്ത്രിയല്ല, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി കാറ്റ്കോയുടെ പേര് അങ്ങനെയാന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നു, ഞങ്ങളുടെ യുദ്ധം പൂർണ്ണമായിരുന്നു, ഞങ്ങൾ വിചാരിച്ചതൊക്കെ നടന്നു, ഞങ്ങൾക്ക് ഒരുപക്ഷെ ഖമേനിയെ തിരഞ്ഞിട്ട് കിട്ടിയില്ല, കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ വധിച്ചേനെ, ഇനിയും ഖമേനിയെ അവസരം കിട്ടിയാൽ വധിക്കും എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു വർത്തമാനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഒരുപക്ഷെ ഇസ്രയേൽ പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഖമേനി എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, റഡാർ സംവിധാനത്തിനകത്തറിയാം, എവിടെ കൊല്ലാതെ വിട്ടിരിക്കുന്നു, ദയാദാക്ഷിണ്യത്തിൽ വിട്ടിരിക്കുന്നു, ഇസ്രയേലിനോട് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം ട്രംപ് കൊടുത്തിട്ടുണ്ട്. അതായത് അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, ഇവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ കബളിപ്പിക്കുന്നു ജനത്തിനെ, അല്ലെങ്കിൽ അതൊരു യുദ്ധതന്ത്രം ആയിരിക്കുമോ എന്നൊക്കെ രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞതൊന്നും ശരിയല്ല, എല്ലാം ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഈ പറയുന്നത് പോലെ ആ ചർച്ചയുടെ അവസാനം ജൂൺ 13 വെളുപ്പിന് 3:30 അവരുടെ അറിവോടുകൂടിയാണ് അവിടെ കയറിയത്. ഇറാനെ അടിച്ചത് അങ്ങനെയാണ്. ഇറാനെ അടിക്കുന്നതിന് വേണ്ടി വളരെ കാലം മുമ്പേ തയ്യാറെടുത്തിരുന്നു. 7 മാസം മുമ്പ് അതിന്റെ തയ്യാറെടുപ്പുണ്ടായിരുന്നു. അതിന് ഡ്രോണുകൾ അവിടെ കടത്തിയിരുന്നു. അതിനുവേണ്ടി ഈ പറയുന്ന ബാഗുകളിൽ ഡ്രോണുകൾ കയറ്റി കണ്ടെയ്നറുകൾ വഴി അവിടെ എത്തിച്ചിരുന്നു. ഡ്രോണുകൾ അവിടെ തുരങ്കങ്ങൾ ഉപയോഗിച്ച് സ്ഥാപിച്ചിരുന്നു. അതായത് അതിന്റെ ലോഞ്ചുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇസ്രയേൽ വിമാനങ്ങൾ കയറി വരുന്ന സമയത്ത് ഈ പറയുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി അവിടുത്തെ ലോഞ്ചറുകൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകർത്ത് അവർക്ക് ആവശ്യമുള്ളവരെ വധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കുപോക്കുകളും ഇറാനകത്ത് നിന്ന് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ വെളിപ്പെടുത്തലുണ്ട്. അത് സാധിക്കണമെങ്കിൽ, അതിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ ദീർഘമായിട്ട് നടത്തണമെങ്കിൽ, ആ നടത്തുന്നതിന് വേണ്ടി ഇവരുടെ കൂടിയാലോചനയുടെ ഭാഗമായിട്ടുള്ള ഗിമിക്കുകൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതായിരുന്നു ഈ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ GCC രാജ്യങ്ങളിൽ ട്രംപ് പറഞ്ഞ അനുസരിച്ച്, എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ അറിയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, യുദ്ധം ചെയ്യുന്നത് എനിക്ക് അറിവുള്ളതല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതിനും, അല്ലെങ്കിൽ ഈ യുദ്ധത്തിനകത്ത് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇതിനെ പറ്റിയുള്ള കൂടിയാലോചന നടത്തിയിട്ടുള്ളത്. അതാണ് അവരിപ്പോ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അവിടെ ഏത് ദിവസം ആക്രമിക്കണം, അതിനുശേഷം ഈ പറയുന്ന ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ആഴ്ച സമയം കൊടുത്തത് എന്തിനാ? 2 ആഴ്ച സമയം കൊടുത്തിരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് അവിടെ അമേരിക്കൻ ബോംബറുകൾക്ക് കയറാൻ പ്രാപ്തമായിട്ട് ആ പ്രദേശത്തെ ഒരുക്കുന്നതിന്, അതായത് ഇറാന്റെ പ്രതിരോധ സംവിധാനം ഇനിയും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യം 13 കയറിയപ്പോൾ തന്നെ പ്രതിരോധ സംവിധാനം മൊത്തം തകർത്തു, അവിടെ സൈനിക തലവന്മാരെ മൊത്തം തകർത്തു, അവിടുത്തെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ മൊത്തം തകർത്തു, ഖമേനിയുടെ ഈ പറഞ്ഞ ഉപദേഷ്ടാവിനെ കൊന്നു. അതായത് അവർക്ക് നാഥനില്ലാത്ത കളരിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം 400 മിസൈൽ വിട്ടവന് പിന്നെ 40 മിസൈൽ വിടാൻ പറ്റാതെ, 4 മിസൈൽ വിടാൻ പറ്റാതെ വന്നത്. അപ്പം ആ രീതിയിലേക്ക് പ്രതിരോധ സംവിധാനങ്ങളെ മൊത്തം തകർത്ത് നിരായുധനാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സമയമാണിരുന്നു 2 ആഴ്ച. നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള സമയമായിരുന്നത് അല്ല. അതിനുശേഷം ബോംബർ വിമാനങ്ങൾ കയറുന്നു, അവരുടെ ടാർഗറ്റുകൾ മൊത്തം പൂർത്തീകരിച്ച് തിരിച്ചിറങ്ങി പോകുമ്പോൾ യുദ്ധത്തിന് വേണ്ടി, യുദ്ധം നിർത്താൻ വേണ്ടി രഹസ്യമായിട്ട് അല്ലെങ്കിൽ ബാക്ക് ടോക്കുകൾ നടത്തി ഒരുപക്ഷെ അമേരിക്കയുമായിട്ട് സന്ധി ഉണ്ടാക്കി യുദ്ധം നിർത്തി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് പല ഘട്ടങ്ങളിൽ നിന്നും വരുന്നത്. അതായത് ഖത്തറിനെ ഞങ്ങൾ ഒന്ന് ആക്രമിക്കും, ഞങ്ങൾ ഇന്ന സമയം ആക്രമിക്കാൻ പോവുകയാണ്, ആ ആക്രമണത്തോടു കൂടി യുദ്ധം
അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നു, അത് ഞങ്ങൾക്ക് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്, രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ആ രീതിയിലേക്കുള്ള ഒരു കാര്യം ഉരുത്തിരിച്ചു കൊടുക്കണമെന്ന് അമേരിക്കയായിട്ട് പറയുന്നു. ആ രീതിയിലേക്കാണ് യുദ്ധം. അപ്പൊ ഈ ഖമേനിയെ കണ്ടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമല്ല ഉണ്ടോ? ഖമേനി അവർ കണ്ടിരുന്നു. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യ സ്വഭാവത്തിൽ താമസിച്ചിരുന്നവരെ മൊത്തവും അവിടുത്തെ മൊസാദും അല്ലെങ്കിൽ അവരുടെ സംവിധാനം അതിനകത്ത് കയറി അവർക്ക് കണ്ടെത്താനും കൊല്ലാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഖമേനി എന്ന് പറയുന്ന ആളിനെയും അവർക്ക് നോട്ട് ചെയ്യാനും അയാൾ ഇരിക്കുന്ന സ്ഥലം സ്കെച്ച് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. അതിനുള്ള ചാര സംവിധാനങ്ങളുണ്ട്, ചാര സാറ്റലൈറ്റുകളുണ്ട്. അത്തരത്തിൽ വലിയ വലിപ്പത്തിൽ ടെക്നോളജികൾ ഉള്ള രാജ്യമാണ് അമേരിക്ക, ഇസ്രായേലും. അപ്പൊ ഇയാളെ കണ്ടില്ല എന്നുള്ളതല്ല, ഇയാളെ കൊന്നാൽ വേറെ രീതിയിലേക്ക് ആ ഇറാനിനപ്പുറം ഒരു ആനുകൂല്യം ഒരുപക്ഷെ കിട്ടും. ഇയാളൊരു മതപണ്ഡിതനാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, ഒരു പ്രത്യേക ഷിയ വിഭാഗത്തിന്റെ ആളാണ്. അപ്പൊ ആ ഒരാളിനെ അത്തരത്തിൽ കൊല്ലണ്ട. മാത്രവുമല്ല, ഇയാൾ അവിടെ ഉണ്ടാവണം, ഇറാൻ ഇങ്ങനെ ഉണ്ടാവണം. ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ തന്ത്രത്തെ പറ്റി അറിയാമല്ലോ. അമേരിക്കൻ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഈ പറയുന്ന ഒരു ത്രെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന GCC രാജ്യങ്ങൾക്ക്, മറ്റ് ഈ ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് ഇതുപോലെ ശത്രുതാ മനോഭാവത്തിൽ അവരെ അടിക്കാൻ നിൽക്കുന്ന ഒരു രാജ്യമില്ലെങ്കിൽ എന്തിനു അമേരിക്കയെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് അവർ നിൽക്കണം. അപ്പൊ ആ ഒരു ആനുകൂല്യം അവരെ വെച്ച് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഈ ഇറാനെ ഇങ്ങനെ നിലനിർത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പം വരുന്ന വാർത്ത അനുസരിച്ച് ഒരു സമാധാന അന്തരീക്ഷവും ഇസ്രയേലിന് സ്വസ്ഥമായിട്ടും ജീവിക്കണമെങ്കിൽ ഖമേനിയുടെ ഭരണകൂടവും ഖമേനിയും ഇല്ലാതാവണം. ഒരുപക്ഷെ ആ ഒരു കാര്യം അവസരം കിട്ടിയാൽ, ഇപ്പോ ഒരവസരത്തിൽ അമേരിക്ക പറഞ്ഞപ്പോൾ കേട്ടു, അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റുകൾ പൂർത്തിയാക്കി, അവരുടെ രണ്ടാമത്തെ ടാർഗറ്റ് ആയിട്ടുള്ള ഖമേനിയും ആ ഭരണകൂടത്തെ ഇറാനിൽ നിന്ന് മാറ്റുന്നത് നടന്നിട്ടില്ല. പക്ഷെ അവരത് മാറ്റിവെക്കും, അല്ലെങ്കിൽ അതൊരു തീർപ്പാക്കി പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇപ്പോൾ അവരുടെ ടാർഗറ്റ് വിശാല ഇസ്രയേലാണ്. ഗാസയിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണം, ലെബനിൽ അവർ പിടിച്ചടക്കിയിടത്ത് അവർ പുനരധിവാസം നടത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന സിറിയ ഉൾപ്പെടെ സ്ഥലങ്ങൾ അവരുടെ കയ്യിലാക്കണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം അവരുടെ ടാർഗറ്റ് ഇയാളെ തീർത്തിരിക്കും. ഖമീനി ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്തിരിക്കും. പഴയതുപോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ സൗഹൃദത്തിൽ പോകുന്ന, പരസ്പരം ധാരണയിൽ പോകുന്ന, ഇപ്പോഴത്തെ ശത്രുത അല്ലെങ്കിൽ പ്രോക്സികളെ സൃഷ്ടിക്കാത്ത ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഇസ്രായേൽ ശ്രമിച്ചിരിക്കും. അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഇപ്പോൾ ചെയ്ത യുദ്ധം എന്ന് പറഞ്ഞാൽ അവരെ പണിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത്, ഇറാൻ ഈ പറയുന്ന ഇത്രയും സമ്പന്നമായിട്ടുള്ള രാജ്യത്ത് ഈ ഖമേനിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ മുൻകാല ആൾക്കാരുടെ നേതൃത്വത്തിൽ ഒരു മതരാഷ്ട്രം വന്നപ്പോൾ അവിടെ കിട്ടുന്ന വരുമാനം ഈ പറയുന്ന കൂടുതലും ഉപയോഗിച്ചിരുന്നത് മിസൈലുകൾ ഉണ്ടാക്കാൻ, ശത്രു രാജ്യങ്ങളെ, ഇസ്രായേലിനെ കഴിഞ്ഞാൽ ഈ പറയുന്ന അമേരിക്കയും അല്ലെങ്കിൽ GCC രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നതിന് വേണ്ടി, സൗദി ആക്രമിക്കുന്നതിന് വേണ്ടി, ഖത്തറിനെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഈ ഇറാന്റെ കീഴിൽ എല്ലാ രാജ്യങ്ങളെയും കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു രീതിയിലേക്ക് പ്രോക്സികളെ സൃഷ്ടിച്ച് കോടിക്കണക്കിന് രൂപ അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവരെ ഈ പറയുന്നത് പോലെ അവർക്ക് പട്ടാളത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, പ്രോക്സികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ മിലിറ്ററി സായുധീകരിക്കുന്നതിന് വേണ്ടി ഒക്കെ ഉള്ള ഒരു നീക്കമായിരുന്നു. അതിനെയെല്ലാം ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു, ഒരുപക്ഷെ ഹൂത്തികളെ തീർത്തു. അതിനുശേഷം അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യത്തെ ഒരു 30 കൊല്ലം പുറകോട്ടടിച്ചു. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇനിയും ഖമേനി എന്ന് പറയുന്ന അധ്യായത്തെ വെച്ച് വീണ്ടും ഇതുപോലെ ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇറാനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഖമേനിയെ ഇല്ലായ്മ ചെയ്ത് ഒരു സംവിധാനം, ഒരു കലാപത്തിൽ കൂടി അവിടെ ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. ഈ പറയുന്ന ഇറാൻ അത്ര ചെറിയ രാജ്യമൊന്നും അല്ലല്ലോ. അപ്പൊ ഖമേനിയും വിചാരിക്കും, എന്നെ കണ്ടില്ലല്ലോ, ഞാൻ ഒളിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ എന്റെ സംവിധാനങ്ങളെല്ലാം കറക്റ്റ് ആണല്ലോ, അതുകൊണ്ട് കണ്ടില്ല, സുരക്ഷിതമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കരുതലിന് കുറവ് വരുമ്പോൾ അവരവരുടെ അജണ്ട പാസ്സാക്കും. നമ്മൾക്കറിയാമല്ലോ, നേരത്തെ ഈ പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ഹമാസിന്റെ നേതാവിനെ ഈ പറയുന്ന അവരുടെ ഏറ്റവും വലിയ സംവിധാനമായിട്ടുള്ള അവരുടെ പട്ടാള മേധാവികളുടെ, അല്ലെങ്കിൽ ഈ ഏറ്റവും സ്വാധീനമുള്ള ഒരുപക്ഷെ അവരുടെ ഈ പട്ടാള മേധാവികൾ മാത്രം ജീവിക്കുന്നിടത്ത് വെച്ച് കൊന്നു. അതെങ്ങനെ കൊന്നെന്ന് അറിയത്തില്ല. അപ്പം ഇതുപോലെ എല്ലാരെയും അവർ വധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ 13-ാം തീയതി നടന്നതിനകത്തും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും സുരക്ഷിതമായിട്ടും ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ളവരെയാണ് വധിച്ചിരിക്കുന്നത്. അപ്പൊ ഖമേനി അവർക്കൊരു ത്രെട്ടല്ല. അതിനൊരു അനുവാദം ഒരുപക്ഷെ അമേരിക്കയുടെ വേണമായിരുന്നു. ഒരുപക്ഷെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പം വേണ്ട, അതിനുള്ള സാഹചര്യമല്ല,
പിന്നെ നിങ്ങൾ അത് കൈകാര്യം ചെയ്തു കൊള്ളൂ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അവർ ടാർഗറ്റ് വെച്ചിട്ടുള്ളവരെ ഏതവസരത്തിലും അത് ഈ വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അവരുടെ ശത്രുവായിട്ട് നിന്നിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ, വേണ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ വളരെ കൂടുതൽ ആൾക്കാരെ ഇറാനിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇസ്രായേൽ. ഈ ഖമേനിയുടെയും വിധി അത് തന്നെയാണ്. അവർ പറഞ്ഞിരിക്കുന്നു, ഖമേനിയെ ഞങ്ങൾ വധിച്ചിരിക്കും, ഇപ്പോൾ ഞങ്ങൾക്ക് അയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അതൊരു വ്യാജ പ്രചരണം മാത്രമാണ്, അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, അവരുടെ റഡാറിലുണ്ട്, അത് നേരത്തെ അവരുടെ സൈനിക മേധാവി പറഞ്ഞതാണ്, ഇപ്പം കൊല്ലാതെ വിട്ടതാണ്, അവസരം കിട്ടുമ്പോൾ ഖമേനിയെ ഇല്ലാതാക്കി ഈ പറയുന്ന ആണവ നിലയങ്ങളും ഇറാനെ 50 കൊല്ലം പുറകോട്ട് കൊണ്ടുപോയത് പോലെ അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്കുള്ള ഒരു ഗവൺമെന്റ് സംവിധാനത്തെ അവരവിടെ പുനർസൃഷ്ടിക്കും എന്ന് വേണം കരുതാൻ. അത് അങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ വീണ്ടും അതിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി, അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പറച്ചിലാണ്. ഖമേനി ഇരിക്കുന്നിടം ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. കാരണം ഇതുവരെ നടന്ന കാര്യങ്ങൾ അവർ പറഞ്ഞത് വെച്ച് തന്നെ നോക്കുമ്പോൾ അവർക്കെല്ലാം അറിയാമായിരുന്നു, അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും അറിഞ്ഞുകൊണ്ട് ധാരണയോടുകൂടി നടത്തിയ നാടകമാണ് ഈ പറഞ്ഞതെല്ലാം എന്നും അത് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ ഇന്റർവ്യൂവിനകത്തും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒളിച്ചു കടത്തൽ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.